ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ ഇന്നത്തെ സിനിമ അപ്ഡേറ്റ്സിൽ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ അപ്കമിങ് മൂവീസ്. ലാലേട്ടൻ ക്യാമിയോ വേഷത്തിൽ എത്തുന്ന ചിത്രങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. രജനികാന്ത് നായകനായിട്ട് എത്തുന്ന ജയിലർ 2-വിൽ നമ്മുടെ ലാലേട്ടൻ ക്യാമിയോ വേഷത്തിൽ എത്തുന്നുണ്ട്. അതുപോലെ മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായിട്ട് എത്തുന്ന MMN എന്ന ചിത്രത്തിൽ നമ്മുടെ ലാലേട്ടൻ ക്യാമിയോ വേഷത്തിൽ എത്തുന്നുണ്ട്. അതുപോലെ ദിലീപ് നായകനായിട്ട് എത്തുന്ന ബ എന്ന ചിത്രത്തിലും നമ്മുടെ ലാലേട്ടൻ ക്യാമിയോ വേഷത്തിൽ എത്തുന്നുണ്ട്. കൂടാതെ പുരാണ ചിത്രമായിട്ടുള്ള വിഷ്ണു മഞ്ജു നായകനായിട്ട് എത്തുന്ന കണ്ണപ്പയിലും നമ്മുടെ ലാലേട്ടൻ ക്യാമിയോ വേഷത്തിൽ എത്തുന്നുണ്ട്. 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഉള്ള ഒരു വേഷമായിരിക്കാം ലാലേട്ടന് ഈ സിനിമകളിൽ ഉള്ളത്. എന്നിരുന്നാൽ പോലും ലാലേട്ടന്റെ ആ ഒരു പ്രസൻസ് മാത്രം മതി ആ ചിത്രം മറ്റൊരു ലെവലിലേക്ക് എത്താൻ. അത്രമാത്രം വാല്യുബിൾ ആണ് നമ്മുടെ ലാലേട്ടൻ. അടുത്തൊരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ MMN എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട് അദ്ദേഹം ശ്രീലങ്കയിൽ എത്തുകയുണ്ടായി. ശ്രീലങ്കൻ ടൂറിസം അദ്ദേഹത്തിന് ഒരു വാം വെൽക്കം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ശ്രീലങ്കൻ ടൂറിസത്തിന്റെ ഒഫീഷ്യൽ പേജിൽ അവർ ലാലേട്ടനെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റോറി അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിയിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് MMN എന്ന ചിത്രത്തിന്റെ യഥാർത്ഥ പേര് ദേശസ്നേഹി എന്ന് അർത്ഥം വരുന്ന പാട്രിയറ്റ് എന്ന പേരാണ് അവർ അതിൽ കൊടുത്തിരുന്നത്. ഈ ചിത്രത്തിന്റെ യഥാർത്ഥ പേര് ഇതുവരെയും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. ഫാമിലി വെൽക്കം സൗത്ത് ഇന്ത്യൻ സിനിമ ലെജൻഡ് എന്നാണ് നമ്മുടെ ലാലേട്ടനെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഒക്കെ ഈ ചിത്രത്തിൽ ശ്രീലങ്ക ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ മമ്മൂക്കയും ഈ ചിത്രത്തിലെ ശ്രീലങ്ക ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യും. ലാലേട്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന റാം എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. 2 ഭാഗങ്ങളിലായി കഥ പറയുന്ന ഈ ചിത്രത്തിൽ 2ാം ഭാഗ ചിത്രീകരണങ്ങൾ പൂർത്തിയായിട്ടുള്ളതാണ്. പക്ഷേ 1ാം ഭാഗത്തിൽ 90% ചിത്രീകരണം ഇനിയും ഉണ്ട്. നിലവിൽ ഈ ചിത്രത്തിന്റെ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിനെ കുറിച്ച് ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ശ്രീ ഗോകുലം മൂവീസ് കൈകോർക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. നമ്മുടെ ലാലേട്ടന് പുറമെ തൃഷ, അതുപോലെ ഇന്ദ്രജിത് സുകുമാരൻ ഇവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഈ ചിത്രത്തിൽ എത്തുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഈ ചിത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് വേഫെയർ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ കീഴിൽ വേഫെയർ ഫിലിംസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ലോക എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. ചിത്രത്തിൽ നസ്ലിനും കല്യാണി പ്രിയദർശനുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ഇതൊരു സൂപ്പർ ഹീറോ ചിത്രമാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാനും അതുപോലെ ടൊവിനോ തോമസും ഒക്കെ ക്യാമിയോ വേഷത്തിൽ എത്തുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളും ഉണ്ട്. ചിത്രത്തിനെ കുറിച്ച് ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2025 ഓണം റിലീസായിട്ട് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസിന്റെ കീഴിൽ കേരളത്തിൽ റിലീസിന് ഒരുങ്ങുന്ന അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ധനുഷ് നായകനായിട്ട് എത്തുന്ന കുബേരയാണ് അതിൽ ആദ്യത്തേത്. ജൂൺ 20-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. അതുപോലെ ജൂലൈ 25-ന് വിജയ് ദേവികൊണ്ട നായകനായിട്ട് എത്തുന്ന കിങ്ഡം എന്ന ചിത്രവും, കൂടാതെ ദുൽഖർ തന്നെ നായകനായിട്ട് എത്തുന്ന കാന്ത എന്ന ചിത്രം ഓഗസ്റ്റ് 1-ന് തിയേറ്ററുകളിൽ എത്തിക്കുന്നതും വേഫെയർ ഫിലിംസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പ്രതിനായകനായിട്ട് എത്തുന്ന കളങ്കാവൽ എന്ന ചിത്രവും തിയേറ്ററുകളിൽ എത്തിക്കുന്നത് വേഫെയർ ഫിലിംസ് ആണ്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെയും കൺഫേം ആയിട്ടില്ല. അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ നെൽസൺ സംവിധാനം ചെയ്യുന്ന ജയിലർ 2-വിന്റെ അപ്ഡേറ്റ്സ് ആണ്. ചിത്രത്തിന്റെ നെക്സ്റ്റ് ഷെഡ്യൂൾ ഷൂട്ടിങ്ങുകൾ മൈസൂർ, അതുപോലെ ചെന്നൈ, കൂടാതെ ശ്രീലങ്ക എന്നിവിടങ്ങളിലായി നടക്കും എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. അപ്പോ ഈ ചിത്രങ്ങളുടെ ഒക്കെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.